കോലഞ്ചേരി അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന മദ്യ മയക്കുമരുന്നിനെതിരെയുള്ള സുവിശേഷ ബോധവൽക്കരണ പരിപാടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ദേശത്തിലെ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുവാൻ വേണ്ടി പോകുന്നു. എല്ലാവരുടെയും ശ്രദ്ധ ഞങ്ങളുടെ ഈ ശബ്ദത്തെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തതിനേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു എൻ്റെ സുവിശേഷം. പ്രാർത്ഥിച്ച് ഗാന ശുശ്രൂഷയിലേക്ക് 1-2 ഗാനങ്ങൾ പാടിയ ശേഷം നല്ലൊരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ദേശത്തിലെ നല്ലവരായ എല്ലാ വസിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ കൃപ കൊണ്ടും ശക്തി കൊണ്ടും നിറയ്ക്കേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തിന് ദിവ്യ സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും ദൈവം നിറയ്ക്കണമേ. തകർന്ന കുടുംബങ്ങളെ ദൈവം പണിയണം, സമാധാനം ദൈവം കൊടുക്കണം. ഇവിടെ നടക്കുന്ന സന്ദേശം ജനത്തിന് വലിയ ആത്മീക അനുഗ്രഹത്തിന് ദൈവകൃപയ്ക്ക് കാരണമാക്കി തീർക്കുവാൻ അവിടുത്തെ സഹായിക്കണം. ഈ ദേശത്തിലെ എല്ലാ അന്ധകാര ശക്തികളും പൈശാചിക ശക്തികളും യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങി ദൈവത്തിന്റെ വചനം ഹൃദയത്തിന്റെ ഉള്ളിൽ ശക്തിയോടെ വ്യാപരിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ, ആമേൻ. അടുത്തുള്ള വീടുകളിൽ കയറിയിട്ടെ ഇവിടെ തീരുമ്പോൾ നിങ്ങൾ നിർത്തുക. ചർച്ചിന്റെ വകയായി ഉള്ള ഒരു ലഹരി വിരുദ്ധ സന്ദേശമാണ് നിങ്ങളുടെ സമീപത്ത് കടന്നു വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മളെ ഏറ്റവും അധികം ആകുലപ്പെടുത്തുന്ന നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നങ്ങള്, നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മുടെ തലമുറകൾ ലഹരിക്ക് അടിമപ്പെട്ട് അവര് അനുസരണമില്ലാത്തവരായി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആകയാൽ നമ്മുടെ തലമുറയെ എങ്ങനെ രക്ഷിക്കാം, നമ്മുടെ ഭവനങ്ങളിൽ എങ്ങനെ സമാധാനവും സന്തോഷവും കണ്ടെത്താം എന്നൊക്കെയുള്ളതിനെ കുറിച്ച് ഒരു ബോധവൽക്കരണ മീറ്റിംഗ്, അതോടൊപ്പം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള നിത്യമായ സമാധാനവും സന്തോഷവും രക്ഷയും അറിയിക്കുന്ന ഈ ഒരു സുവിശേഷ സന്ദേശം അല്പസമയം ശ്രമിക്കുവാനായിട്ട് ദേശനിവാസികളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് അത് ജീവനത്തിൽ പ്രത്യാശയും സമാധാനവും സന്തോഷം നൽകുവാൻ തക്കപ്പെട്ട, നിരാശകൾ മാറി പ്രത്യാശ ഉദിക്കുവാൻ തക്കപ്പെട്ട, വിശ്വാസത്തോടുകൂടി വിശുദ്ധിയോടുകൂടി ഈ ലോകത്തിൽ സമാധാനത്തോടുകൂടി ജീവിപ്പാൻ തക്കപ്പെട്ട ഈ സന്ദേശം മുഖാന്തരം ഇടയായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സന്ദേശത്തിനായിട്ട് സുശേഷകൻ രാകേഷിനെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. ദയവായി ശ്രദ്ധിക്കുക. താങ്ക് യു. 2024 വർഷം സെപ്റ്റംബർ മാസം 8-ാം തീയതി സന്ധ്യാസമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. പ്രത്യേകമായി ഈ ദേശ നിവാസികൾക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹമന്ത്രം അറിയിക്കുന്നു. ഒരു ദിവസം കൂടി ആയുസ്സും ആരോഗ്യം നൽകിയ ദൈവത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആയുസ്സിന്റെ ദാതാവ് ദൈവമാണ്, സർവ്വശക്തനായ ദൈവം. ആയുസ്സും ആരോഗ്യം നമുക്ക് നൽകുന്നത് ദൈവമാകിയാൽ ഈ സന്ധ്യാസമയവും ഇങ്ങനെ ഒരു സാവകാശം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു ഇടത്ത് ഞങ്ങൾക്ക് സഭയായി കടന്നു വന്ന് യേശു ക്രിസ്തുവിന്റെ നിത്യ സ്നേഹത്തെ പ്രഘോഷിപ്പിക്കുവാനും യേശു ക്രിസ്തുവിന്റെ നീതി വചനങ്ങൾ ഇവിടെ സംസാരിപ്പാനും പറയുവാൻ ഞങ്ങൾക്ക് നൽകിയ സാവകാശനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. യേശു ക്രിസ്തു താൻ പറഞ്ഞ പ്രസ്താവന, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാൽ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച
ഒരു സർവശക്തനായ ദൈവത്തിന് ലോകം ജയിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ബൈബിൾ പറയുന്നത് യേശുക്രിസ്തു ജഡം അവതാരമെടുത്ത് മനുഷ്യനായി പിറന്ന് മനുഷ്യനെ പോലെ കഷ്ടങ്ങൾ അനുഭവിച്ച് താൻ മരിച്ചു. എന്നാൽ തിരുവെഴുത്ത് എന്ന് പറഞ്ഞാൽ ബൈബിൾ തന്നെ പഴയ വചനങ്ങൾ പറയുന്നത് അതുപോലെ സംഭവിച്ചു. അതെല്ലാം നിവൃത്തിയായി. യേശു കഷ്ടം അനുഭവിക്കേണ്ടത്, യേശു ജനിക്കേണ്ടത്, യേശു മരിക്കേണ്ടത്, മരിച്ച് ഉയർത്തെഴുന്നേൽക്കേണ്ടത്, ഉയർത്ത ശേഷം സ്വർഗത്തിൽ പോകേണ്ടതെല്ലാം ബൈബിൾ വ്യക്തമായി പറഞ്ഞ പ്രവചനങ്ങൾ അത് യേശു ക്രിസ്തുവിൽ നിവൃത്തിയായി എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. യേശു തന്റെ ഐഹിക ജീവകാലത്ത് 33 വർഷം ഈ ലോകത്തിൽ താൻ ജീവിച്ചു. 3 വർഷം താൻ പ്രവർത്തിച്ചു. താൻ ദൈവമാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി താൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാൽ മനുഷ്യന് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, 3 മരിച്ചവരെ ഉയർപ്പിച്ചു. യേശു താൻ തന്നെ പ്രസ്താവിച്ച കാര്യമാണ്. ഞാൻ വീണ്ടും പറയട്ടെ, ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ടെന്നാൽ ധൈര്യപ്പെടുവിൻ, ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തിലുള്ളൂ മനുഷ്യന് കഷ്ടമുള്ളത്. സ്വർഗത്തിൽ നാം എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന നമുക്ക് സ്വർഗമുണ്ടെന്ന്. എന്നാൽ സ്വർഗത്തിൽ പോകുമ്പോൾ നമുക്ക് ആർക്കും കഷ്ടമില്ല, വേദനയില്ല, കണ്ണുനീരില്ല. ബൈബിളിൽ വ്യക്തമായി പറയുന്നു, കണ്ണുനീർ പോലും ഇല്ലാത്ത ഒരു ദേശം, ദുഃഖമില്ല, മരണമില്ല, രോഗമില്ല, പ്രാർത്ഥന പോലും അവിടെ വേണ്ട. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആകുന്നു. എന്നാൽ സ്വർഗത്തിൽ പോയാൽ അതൊന്നും വേണ്ട. അതുകൊണ്ട് ഇവിടെ ഉള്ള സമയത്ത്, മനുഷ്യനായി നാം ജീവിക്കുന്ന സമയത്തോളം പ്രാർത്ഥന നമുക്ക് ആവശ്യമാകുന്നു. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ രോഗങ്ങളെല്ലാം ഈ ലോകത്ത് അനുഭവിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വിട്ടു പോകുന്നത്. യേശു താൻ തന്നെ തന്റെ ജീവിതത്തിൽ ഇതെല്ലാം അനുഭവിച്ചു. തന്റെ ശരീരത്തിൽ ബൈബിൾ പറയുന്നത് ക്രിസ്തു തന്റെ ശരീരത്തിൽ കഷ്ടം അനുഭവിച്ചു. അതുകൊണ്ട് നിങ്ങൾ ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ഈ കഷ്ടങ്ങൾ നിറഞ്ഞ ലോകത്തിലാണ് മനുഷ്യനെ കൊല്ലുന്ന അനുഭവങ്ങൾ. കാരണം ലോകത്തിൽ പാപമുണ്ട്. മനുഷ്യന്റെ പ്രവൃത്തി നിമിത്തം പാപം വന്നു. അനുസരണക്കേട് വന്നാണ് ഏറ്റവും ആദ്യത്തെ പാപം. അവിശ്വാസം വന്നു, അനുസരണക്കേട് വന്നു, അതാണ് പാപം. ആ നിമിത്തമായി കൊലപാതകം, സ്വന്തം അനിയനെ കൊല്ലുന്ന ഒരു ജ്യേഷ്ഠൻ, അത് പിന്തുടർച്ചയായിട്ട് ആത്മഹത്യകൾ നമ്മുടെ കാലങ്ങളിൽ ഇപ്പൊ വർദ്ധിച്ചു വരുന്നു. മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റാത്ത സ്വസ്നേഹിയായി തീർന്ന അനുഭവം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ പറയുന്നല്ലാതെ സെൽഫി, മനുഷ്യന്റെ തന്നെ ഫോട്ടോ എടുക്കുന്ന സെൽഫികൾ കൂടി വരുന്നു. സ്വന്തം ചിന്ത, സ്വയത്തെ മാത്രം ചിന്തിക്കുന്ന അനുഭവം, കുടുംബത്തെ പോലും വേണ്ട എന്ന് ചിന്തിക്കുന്ന അനുഭവം. അതിന് കൂട്ടിച്ചേരുന്ന മദ്യപാനം, കഞ്ചാവിന്റെ ഉപയോഗങ്ങള്, ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗങ്ങള്, അത് കുഞ്ഞുങ്ങൾ പോലും ഉപയോഗിക്കുന്ന, അവർക്ക് സുലഭമായി ലഭിക്കുന്ന ഒരു അനുഭവം ഒരു കാലത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ ഇന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇതിനൊന്നും മനുഷ്യന് സമാധാനം കൊടുക്കുവാനോ ആശ്വാസം കൊടുക്കുവാനോ സന്തോഷം കൊടുക്കുവാൻ പോലും സാധിക്കില്ല. അല്പനേരത്തെ ആ മദ്യപാനം, അല്പനേരത്തെ ആ മയക്കുമരുന്നിന്റെ ഉപയോഗം നിമിത്തം ചില മണിക്കൂറുകൾ അവർക്ക് അല്പസമയം ഒരു സുഖം കിട്ടുന്നെങ്കിലും പിന്നീട് അത് വിപത്തായിത്തീരുന്ന അനുഭവം നമ്മുടെ ഈ ജില്ലകളിൽ, നമ്മുടെ സംസ്ഥാനത്ത്, ഇന്ത്യയിൽ അല്ല ലോകമെമ്പാടും നാം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സത്യമാണ്. എന്നാൽ അതിൽ നിന്നൊരു വിടുതലാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിൽ പാപമുള്ളതുകൊണ്ട് മനുഷ്യനെ അതേ വെറുക്കുന്ന അനുഭവം, സ്വന്തം സഹോദരന്മാരെ, സ്വന്തം കൂട്ടുകാരെ, അയൽവാസികളെ വിശ്വാസം ഇല്ലാത്ത ഒരു കാലത്ത് നമ്മൾ ആയിരിക്കുന്നു. എന്നാൽ യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. നിത്യമായ ജീവൻ, അല്പകാലത്തേക്ക് അല്പായുസ് മാത്രമുള്ള മനുഷ്യന് ഈ ലോകത്തിൽ സമാധാനം ഇല്ലാത്ത, ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും എന്നാണ് യേശു നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നത്. ലോകം തരാത്ത സമാധാനം, ലോകത്ത് സമാധാനമുണ്ട്. അത് അല്പ സമയം നമ്മൾ സിനിമ കണ്ടാൽ, അല്പസമയം നമ്മൾ പിക്നിക്കിന് പോയാൽ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യം, ലോകപരമായ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സമാധാനമുണ്ട്. പക്ഷേ ആ സമാധാനം അത് അല്പസമയത്തേക്ക് മാത്രമുള്ളൂ. എന്നാൽ യേശു പറയുന്നത്, ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. യേശുവിന്റെ അടുക്കൽ വരുന്ന ഓരോ ജീവികൾക്കും, അത് അവർ എന്തൊക്കെ വിഷയം അനുഭവിക്കുന്ന, ഏത് ഭാരത്തിലായിരിക്കുന്നോ, ഏത് കഷ്ടത്തിലായിരിക്കുന്നോ, ആ കഷ്ടത്തിന് നടുവിലും സമാധാനം, സ്വർഗീയ സമാധാനം നൽകുന്ന ഒരു യേശു ക്രിസ്തു. കാരണം യേശു അത് അനുഭവിച്ചത് തന്റെ കഷ്ടതയുടെ നടുവിൽ
ആയതുകൊണ്ട് നാം പറയുന്നത് ലോകം തരാത്ത സമാധാനം ഞാൻ തരും. ക്രൂശിൽ വെച്ച് തന്നെ തന്റെ എടുത്തും വലുത്തുമായ അതേ പാപികളായ മനുഷ്യർ അവർ ക്രൂശിക്കപ്പെട്ട അനുഭവത്തിൽ തന്നെ പരിഹസിക്കുന്നു, തന്നെ നിന്ദിക്കുന്നു. എന്നിട്ടും യേശു ഒരു വാക്ക് എതിർ പറയാതെ, അവരെ ശപിക്കാതെ, അവരെ തിരിച്ച് പരിഹസിക്കാതെ, വേറൊന്നും പറയാതെ അവരെ താൻ മൗനമായിരുന്നു. അതിൽ ഒരു കള്ളൻ യേശുവിനോട് പറയുന്നു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. യേശു അവനോട് പറയുന്നു, അതേ സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ഇന്ന് നീ എന്നോട് കൂടെ ഇരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്. നാളത്തേക്ക് മാറ്റിവെച്ചില്ല. തന്റെ ആ കഷ്ടത്തിന് നടുവിൽ തന്റെ ശരീരത്തിൽ മുറിവുകൾ ഏറ്റിട്ടുണ്ട്. 234 അടിയാണ് തന്റെ ശരീരത്തിൽ പുറത്ത് ഏറ്റത് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു, ചരിത്രം പഠിപ്പിക്കുന്നു. തന്റെ ശിരസിൽ തന്റെ തലയിൽ മുൾക്കിരീടമുണ്ട്. തന്റെ 2 കൈകൾ അതേ ആണികൾ കൊണ്ട് തറച്ചിരിക്കുകയാണ്. തന്റെ 2 കാലുകൾ തറച്ചിരിക്കുകയാണ്. എന്നാൽ ആ അനുഭവത്തിലും രക്തം വാർന്നുകൊണ്ടിരിക്കുന്നു. പരിഹാസങ്ങൾ, മാനുഷിക പരിഹാസങ്ങൾ, നിന്ദകള്. താൻ ഏത് ജനത്തിനു വേണ്ടി താൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നോ അതേ ജനം തന്നെ പരിഹസിക്കുന്ന, തന്നെ അതേ പകയ്ക്കുന്ന അനുഭവം ഉണ്ടായിട്ടും യേശു പറയുന്നു, ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. അതേ എന്നെ കേൾക്കുന്ന കേൾവിക്കാരെ, ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരും ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ. സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത അനുഭവങ്ങളാണ് ഞങ്ങളുടെയും, കഷ്ടം നിറഞ്ഞ അനുഭവങ്ങളാണ് ഞങ്ങളുടെയും. പക്ഷെ ഞങ്ങളുടെ കഷ്ടങ്ങൾ മാറിയത്, ഞങ്ങൾക്ക് സമാധാനം നൽകിയത് യേശു ക്രിസ്തു ആകുന്നു. വിവിധ മതക്കാരായ ഞങ്ങൾ, വിവിധ വിശ്വാസമുള്ള ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ വിശ്വാസ നിമിത്തം സത്യം അറിയുവാനും യേശുവിന്റെ സമാധാനം അനുഭവിപ്പാൻ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സ്വസ്ഥയും സമാധാനം, ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന സ്വസ്ഥയും സമാധാനം അത് യേശു നിമിത്തമാകുന്നു. അല്പ നേരത്തെ ലോകത്തിന്റെ സുഖങ്ങളോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു അനുഭവം വിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കുകയും യേശുവിന്റെ സന്നിധിയിൽ അതേ കൂട്ടായ്മ ആചരിച്ച് ആ സന്തോഷം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് നൽകുന്ന സന്തോഷമാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. യേശു താൻ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, അത് എൻ്റെ ഈ സുവിശേഷം നിങ്ങൾ ലോകമെമ്പാടും പോയി അറിയിപ്പിൻ. അതുകൊണ്ടാണ് ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നത്, സദ്വർത്താനം അറിയിക്കുന്നത്. കഷ്ടത്തിലായിരിക്കുന്ന ജനങ്ങള്, അന്ധകാരത്തിലായിരിക്കുന്ന ജനങ്ങള്, അവർക്ക് ഈ വർത്തമാനം ഞങ്ങൾ അറിയിക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയോ സമാധാനം ലഭിച്ചു, ഞങ്ങൾ എങ്ങനെ രക്ഷ പ്രാപിച്ചു, അതുപോലെ ഞങ്ങളുടെ സൃഷ്ടക്കാരായ ഞങ്ങളുടെ ദേശത്ത് വസിക്കുന്ന ദേശനിവാസികൾ ഈ സത്യം അറിഞ്ഞ് അവരും ആ സന്തോഷം അനുഭവിക്കണം, അവരും ഈ സമാധാനം അനുഭവിക്കണം. ഹല്ലേലൂയ. മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത്, അതേ കർമ്മങ്ങൾ ചെയ്തോ വഴിപാടുകൾ ചെയ്ത് അതേ പണവും അവരുടെ ജീവിതം കളയാൻ വേണ്ടിയല്ല, ഉപരിയായി സൗജന്യമായി യേശു തന്ന രക്ഷ, സൗജന്യമായി യേശു തന്ന സമാധാനം, സൗജന്യമായി യേശു തരുന്ന ആന്തരിക സൗഖ്യം, മാനസിക സൗഖ്യം, ശാരീരിക സൗഖ്യം, അത് അനുഭവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഉച്ച സമയത്തും ഇറങ്ങിയത്. മറ്റുള്ള ലോകകാര്യങ്ങൾ ചെയ്യുവാൻ, ലോകത്തിലെ കാര്യങ്ങൾ ഇടപെടുവാൻ ഞങ്ങൾക്കും സാവകാശം ഇല്ലായിട്ടല്ല. പക്ഷേ യേശു ഞങ്ങളെ ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ട്, ഒരു ആത്മഭാരമുണ്ട്. നശിച്ചു പോകുന്ന ജനങ്ങളുണ്ട്, അവരെ അതേ നാശത്തിന് വിടുവിച്ച് യേശു പറഞ്ഞ പോലെ സ്വർഗത്തിൽ അതേ അവരെ അംശങ്ങളായി അല്ലെങ്കിൽ അംഗങ്ങളായി തീർക്കുവാൻ, അതേ ഈ ലോകത്തിൽ ഒരു സംഘടനയിലൂടെ മെമ്പർഷിപ്പ് അല്ല, ഉപരിയായി സ്വർഗരാജ്യത്തിൽ പേരിൽ എഴുതപ്പെടുന്ന, സ്വർഗരാജ്യത്തിൽ അംഗമായി തീർന്ന, സ്വർഗരാജ്യത്തിലുള്ള മെമ്പർഷിപ്പ് ഉള്ളവരായി തീരുവാൻ, അങ്ങനെയുള്ളവരെ മാത്രമാണ് യേശു പറഞ്ഞ പ്രസ്താവന, ഞാൻ വീണ്ടും വരും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ വേഗത്തിൽ വരും, വേഗത്തിൽ വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളും. ആ ചേർത്ത് കൊള്ളുവാൻ എല്ലാ യോഗ്യത എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുക, മാനസാന്തരപ്പെടുക, അതേ പുതിയതായി ജനിക്കുക, ആത്മാവ് ജനിക്കുക, രണ്ടാമത് സ്നാനപ്പെടുക, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക. ആ മാത്രം പോരാ, പരിശുദ്ധാത്മാവ് എന്ന ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുക, ആത്മാവിൽ ജീവിക്കുന്ന ഒരു അനുഭവം. അത് ആത്മാവിൽ ജീവിച്ചാലേ നമുക്ക് യേശുവിന്റെ അതേ രണ്ടാമത്തെ വരവിൽ പോകാൻ സാധിക്കുള്ളൂ. നമ്മളെ വിടുവിക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മളെ ധൈര്യപ്പെടുത്തുന്ന വചനങ്ങളാണ് യേശു തന്നിരിക്കുന്നത്. അല്ലെ ഒരു ആരെയും മുമ്പാകെ, മാനുഷികമായ ഒരു ശക്തിയുടെ മുൻപാകെ പോയി മുട്ടുകുത്താൻ വേണ്ടിയല്ല. കാരണം അതിന്റെ ശക്തി അല്പനേരത്തേക്കുള്ളൂ. എന്നാൽ സർവശക്തനായ ദൈവത്തെ, സർവാധികാരിയായ ദൈവത്തെ, സകലത്തെയും നിർമ്മിച്ച യേശു ക്രിസ്തു വിശ്വസിപ്പാൻ, സർവത്തെയും നിർമ്മിച്ച യേശു ക്രിസ്തു നമ്മളെ ആശ്രയം വെക്കുവാനാണ് യേശു ക്രിസ്തു നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് നിർബന്ധത്താലുമല്ല, ഒരു മനുഷ്യനെയും നിർബന്ധത്താലല്ല. സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആരെയും നിർബന്ധം കൊണ്ടല്ല, പക്ഷേ ജീവിതത്തിന് അനുഭവം വന്നപ്പോൾ, സമ്മർദ്ദം വന്നപ്പോൾ, മാത്രമല്ല ഇത് സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരുവാൻ, ഹല്ലേലൂയ, യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ അതേ ഞങ്ങൾക്ക് സാധിച്ചുകൊണ്ട് ആ സ്വർഗീയ സമാധാനം അനുഭവിക്കുന്നു.
പ്രൈസ് ലോർഡ് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇന്ന് കഷ്ടമില്ലെന്നോ രോഗമില്ലെന്നോ പ്രയാസമില്ലെന്നല്ല, ഇന്ന് അത് എല്ലാം അനുഭവിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ ആ സ്വർഗീയ സമാധാനം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ നിറച്ച്, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറച്ച്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറച്ച് അതേ ജീവിപ്പാൻ യേശു നിങ്ങളെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹല്ലേലൂയ അത് മറ്റുള്ളവരോടും പറയാനുള്ള ധൈര്യം ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ മാത്രമല്ല പോകേണ്ടത്, ഞങ്ങളോട് കൂടെ ഒപ്പം അതേ ഒരു ജനക്കൂട്ടം ഈ ദേശനിവാസികൾ പോകണം എന്ന് ഞങ്ങൾക്ക് താല്പര്യവും ആഗ്രഹവും ഉണ്ട്. സ്തോത്രം. നിങ്ങൾ അതിനുവേണ്ടി അത് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. എന്താ വെടിയേണ്ടത്? ലോകപരമായ ചിന്ത. ഞാൻ പറഞ്ഞ പോലെ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ മതങ്ങളും പറയുന്ന കാര്യം പാപമുണ്ട്. പാപത്തിന് മോക്ഷത്തിന് വേണ്ടി, പാപത്തിന് രക്ഷയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും അധ്വാനിക്കുന്നത്. എന്നാൽ യേശു സൗജന്യമായി, അത് മല കയറണ്ട, ഒന്ന് മെഴുകുതിരി കത്തിക്കണ്ട, ഒരു നയാ പൈസ ചെലവാക്കാതെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിൽ വിശ്വാസ നിമിത്തം നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കും. യേശു പറഞ്ഞ അതേ പ്രമാണമുണ്ട്. യേശു താൻ തന്നെ പ്രസ്താവിച്ചു, എൻ്റെ പ്രമാണങ്ങൾ ഭാരമുള്ളവയല്ല. യേശു ഞങ്ങൾ സ്നേഹിക്കുന്നു, യേശു ഞങ്ങൾ അറിയുന്നെന്ന് പലരും പറയാറുണ്ട് ഞങ്ങളോട്. പക്ഷെ പ്രമാണം പറയുമ്പോൾ ആരും അത് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നില്ല. അതേ കേരള ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് നമുക്ക് പറഞ്ഞ നിയമങ്ങളുണ്ട്. സ്തോത്രം. ഉദാഹരണത്തിന് അതേ നമ്മുടെ ആധാർ കാർഡുണ്ട്, അതുപോലെ പാൻ കാർഡുണ്ട്. ഇതൊക്കെ ഈ കാലങ്ങളിൽ അത് നിർബന്ധമാകുന്നു. ഹല്ലേലൂയ. അതിന്റെ ആ കാര്യങ്ങൾ അനുഷ്ഠിച്ചാലേ നമുക്ക് ഇടപാടുകൾ ചെയ്യാൻ സാധിക്കുള്ളൂ. നാം ഈ ദേശനിവാസികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരാണെന്ന് അത് നമുക്ക് ഉറപ്പുവരുത്തിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ അതിന്റെ ആ കാലാവധി കഴിയുമ്പോൾ സർക്കാർ നമുക്ക് അത് നിയമങ്ങൾ പറയാറുണ്ട്. അതിന് മുമ്പേ, ആ കാലാവധിക്ക് മുമ്പേ ആ കാര്യങ്ങൾ നമ്മൾ പുതുക്കണം എന്ന് പറയുന്ന പോലെ ഈ ലോകത്തിലെ ഒരു സർക്കാർ, ഒരു ഗവൺമെന്റ് ഒരു നിയമം പറഞ്ഞെങ്കിൽ അത് പാലിക്കാതെ പോയാൽ അതിന് ഫൈനോ അതിന് ശിക്ഷ ഉണ്ടെങ്കിൽ സ്വർഗസ്ഥനായ സർവശക്തനായ ദൈവം സ്തോത്രം തന്റെ നിയമം മനുഷ്യനോട് അറിയിച്ചെങ്കിൽ അത് കേൾക്കാതിരുന്നാൽ, അനുസരിക്കാതിരുന്നാൽ അതിന് ഘോരമായ ശിക്ഷാ നടപടി ഉണ്ട്. പക്ഷെ ആ ശിക്ഷാ നടപടിയിൽ അകപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് ഈ സൗജന്യമായ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഏത് തരത്തിലുള്ളവരായാലും, ഏത് ഭാരത്തിലുള്ളവരായാലും എല്ലാവരും വിടുവിപ്പാൻ യേശു ശക്തനാകുന്നു. എല്ലാവരും സൗഖ്യമാക്കുവാൻ യേശു ശക്തനാകുന്നു. അതിന് ആ യേശുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിപ്പാൻ നമ്മളെല്ലാവരും ദൈവം സഹായിക്കട്ടെ. യേശു പറഞ്ഞു, എൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അതുകൊണ്ട് ആ ഭാരമില്ലാത്തത് അതൊരു നുഖമല്ല, അത് സന്തോഷത്തോടെയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ സന്തോഷം കൂടുതലായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. കാരണം എന്താണ്? അത് സ്വർഗസ്ഥനായ ദൈവമാണ് എനിക്ക് തന്ന ആ കൽപ്പന ഞാൻ ചെയ്തു എന്നൊരു സമാധാന സന്തോഷം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകും, അനുഭവിക്കാൻ സാധിക്കും. അതിന് വലിയൊരു സമാധാനമാകുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ആഹ്വാനം, ഞങ്ങളുടെ താല്പര്യം, ഞങ്ങളുടെ ആഗ്രഹം ഈ ദേശനിവാസികൾ യേശുവിനെ അറിയുന്ന പലരുണ്ട്. TV വഴിയാ, ഇന്റർനെറ്റ് വഴിയാ ഒക്കെ യേശുവിനെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് മുമ്പേ ഇന്നലെ വരെ ഈ വഴി കൂടെ കടന്നുപോയി ട്രാക്റ്റിൽ നിങ്ങൾ ലഘുലേഖ ലഭിച്ചവരുണ്ടാവും, ഇവിടെ പ്രസംഗിച്ച് പോയവരുണ്ട്. പക്ഷെ അതെല്ലാം ഇനി ആയുസ് എത്ര ഉണ്ടെന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. ഈ നിൽക്കുന്ന ഞാനും അല്ലെങ്കിൽ നാളെ അടുത്ത നിമിഷം ഞാൻ നിൽക്കുമോ ഇല്ലയോ, ഞാൻ ജീവിക്കുമില്ലോ എന്ന് എനിക്കറിയില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ വരവിനും മാത്രമല്ല, നമ്മുടെ മരണം എപ്പോഴാണെന്ന് അറിയില്ല. ചെറുപ്പക്കാർ ഈ ലോകം വിട്ടു പോകുന്നു. ചിലർ പനി വന്ന് 3 ദിവസം കിടപ്പിലായി, 4ാം പക്കം ആത്മാവ് വിട്ടുപോയി, ആള് മരിച്ചുപോയി. വയസ്സോ 20 വയസ്സ്. കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു. അനർത്ഥങ്ങൾ നമ്മുടെ ദേശത്ത് വ്യാപരിക്കുന്നു. യേശു താൻ തന്നെ പറഞ്ഞു, അന്ത്യകാലത്ത് ഇതെല്ലാം സംഭവിക്കും. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങളൊക്കെ ഇതൊക്കെ സംഭവിക്കും. എന്നാൽ അതിന് നടുവിൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ, നിങ്ങൾ അതേ സ്വസ്ഥ സമാധാനം അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ എന്നിൽ ആശ്രയിപ്പിൻ, നിങ്ങൾ എന്നിൽ വിശ്വസിപ്പിൻ എന്നാണ് യേശു പറഞ്ഞത്. അതുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് അവസാനമായ വാക്ക് ഞാൻ നിർത്തുമ്പോൾ യേശുവിന്റെ സമാധാനം സകല ഉള്ളങ്ങളെ നിറച്ച് പൂർണ്ണമായി അനുഭവിപ്പാനും സ്വർഗത്തിലായിരിക്കുന്ന ആ ജീവന്റെ പുസ്തകമുണ്ട്. ഇവിടെ ആധാരം നമ്മൾ പറയുന്ന പോലെ ഒരു ജീവന്റെ പുസ്തകം സ്വർഗത്തിലുണ്ട്. ആ ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതപ്പെടുവാനുള്ള സൗഭാഗ്യം സർവശക്തനായ ദൈവം നിങ്ങൾ നൽകട്ടെ. സർവ്വതും സൃഷ്ടിച്ച ദൈവം, സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവം, സകലത്തെ കാരണഭൂതനായ ദൈവം ആഗ്രഹിക്കുന്ന ആരും നശിച്ചു പോകാതെ, പത്രോസ് ലേഖനം നമ്മൾ വായിക്കുന്ന ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ഇച്ഛിക്കുന്നില്ല. പിന്നെന്ത് ചെയ്യണം? എല്ലാവരും ആണായാലും പെണ്ണായാലും ഏത് ജാതിക്കാരും, ജാതിയും മതവും ഒക്കെ മനുഷ്യനാണ് ഉണ്ടാക്കിയത്. അത് ആര് തന്നെയായാലും ആരും നശിക്കാതെ എല്ലാവരും ദൈവത്തെ അറിഞ്ഞു ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം, ദൈവത്തിന് അടുക്കൽ വരണം എന്നാണ് ദൈവത്തിന് ആഗ്രഹം. ആ ആഗ്രഹപ്രകാരം ഈ ദേശനിവാസികളെ ദൈവം അതിലേക്ക് വഴി നടത്തട്ടെ. സ്തോത്രം. കോഴഞ്ചേരി ദൈവസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന
ഈ പ്രചരണം അതേ ഈ പ്രചാരം അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ കുടുംബങ്ങൾക്ക്, നിങ്ങളുടെ ഭാവിയിൽ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരട്ടെ. എവിടെ ആര് ആയിരുന്നു, ഏത് അവസ്ഥയിലായിരുന്നു, ഏത് അവസ്ഥയിലുള്ളവരെയും മാറ്റിയെടുപ്പാൻ യേശു ക്രിസ്തുവിന് മാത്രം സാധിക്കുള്ളൂ. അത് ലോകം തന്നെ അത് വ്യക്തമായി സാക്ഷീകരിക്കുന്ന കാര്യമാണ്. ജയിലിലുള്ളവരെ മാറ്റുന്ന, അതേ അന്ധകാരത്തിലായിരിക്കുന്ന ജനത്തെ മാറ്റുന്ന, വലിയ ഭവനങ്ങൾ ഇല്ലാത്തവർക്ക് അത് ഭവനം കൊടുക്കുന്ന അനുഭവം മാത്രമല്ല, ഭവനം ഇല്ലെങ്കിലും സന്തോഷിപ്പാൻ യേശു നൽകുന്ന സമാധാനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ ഒരു നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്ന ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ മൈക്ക് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തേശു മുഖാന്തരം നിങ്ങൾ നിത്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, ഇന്ന് ഈ സന്ധ്യാസമയം ഈ ദേശത്ത് വരുവാനും ഞങ്ങളുടെ ദേശനിവാസികളായ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരായ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അതുപോലെ ദൈവസനയിൽ അങ്ങയുടെ വചനം, ദൈവത്തിന്റെ വചനം, ജീവനുള്ള വചനം, ആശ്വാസം നൽകുന്ന വചനം, നിത്യമായ വചനം ഇന്ന് സന്ധ്യാസമയം ഇവിടെ ഘോഷിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ സൗഭാഗ്യത്തെ ഓർത്ത്, കൃപയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ മൈക്കിന്റെ പരിധിയിൽ നിന്ന് ഇത് കേട്ട് സകല ജീവിതങ്ങളെയും, സകല കുടുംബങ്ങളെയും യേശു ക്രിസ്തു നാമത്തിൽ ആത്മീയമായ, ഭൗതികമായ, സാമ്പത്തികമായ, ശാരീരികമായ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവരക്ഷ പ്രാപിച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് യേശു വരുമ്പോൾ യേശുവിന് കൂടെ എടുക്കപ്പെടുവാൻ എന്റെ കൃപ, സാവകാശം, ഹല്ലേലൂയ, സൗഭാഗ്യമാർക്ക് നൽകണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായ സ്തോത്രം. നിങ്ങളെ ശ്രമിച്ച എല്ലാവരെയും യേശു അനുഗ്രഹിക്കുന്നതായ സ്തോത്രം. സൗകര്യ ജീവൻ നൽകിയ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പാസ്റ്റർക്ക് നന്ദി അറിയിക്കുന്നു. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശുക്രിസ്തു രാജാവായി വേഗം വരുന്നു. ആ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ആമേൻ, ആമേൻ, ആമേൻ. ഈ പറയപ്പെട്ട ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവന്റെയും നമ്മുടെ ആത്മാവിന്റെയും രക്ഷയ്ക്ക് ആവശ്യമായ ദൈവവചനമാണ് നിങ്ങളെ അറിയിച്ചത്. ഈ ലോകത്തിന്റെ തിന്മയിൽ നിന്നും, അശുദ്ധിയിൽ നിന്നും, പാപത്തിൽ നിന്നും വേർപെട്ട് ദൈവത്തിന്റെ ഹിതം,